പൈസ വേണമെങ്കിൽ വല്ല സഹായിക്കാം, പക്ഷേ മറ്റു കാരണത്തൊന്നും ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല. ഗൾഫിലുള്ള ഏതോ ഒരു കമ്പനി ജോലിക്കായിട്ട് ഇവിടെ വരികയും അവൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. കണ്ടുപറഞ്ഞ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ പോലും കണ്ടെത്താൻ പറ്റാത്ത പോലത്തെ ഒരു സ്ഥലത്താണ് കൊണ്ട് താമസിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം പോലും ഒന്ന് വിളിക്കുവോ ഒന്ന് വന്ന് എന്നെ ഒന്ന് കാണുകയോ ചെയ്തില്ല. അപ്പം ഇയാൾ ഇവൻ്റെ അവസ്ഥ കണ്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും, മോൻ എന്നാൽ എല്ലാ സാധനങ്ങളും എടുക്ക് എൻ്റെ കൂടെ ഈ വാന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറുക്കനുമായിട്ട് ഇയാൾക്ക് യാതൊരു ബന്ധമില്ല. ഈ പയ്യൻ്റെ അപ്പനെ ഇയാൾക്കറിയാം, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇയാൾ ഇവൻ്റെ സാധനങ്ങളൊക്കെ ഇവനെ കാണാൻ പോയതാണ്. ഇവൻ്റെ സുഖവിവരങ്ങൾ അറിയാൻ പോയിട്ട് ഇവൻ്റെ അവസ്ഥ കണ്ടിട്ട് ഇവൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇയാളേക്ക് കൂടെ പോരാൻ പറഞ്ഞു. നമുക്കറിയാം ഗൾഫിൽ എല്ലാവരും ലക്ഷമായിട്ടൊന്നുമല്ല കഴിയുന്നത്, ഒരു 2 മുറിയോ അല്ല ഒരു മുറിയിലൊക്കെ ആയിരിക്കും കഴിയുന്നത്. അപ്പം ഈ പയ്യൻ വന്ന് പ്രമാണിച്ച് ഇയാളുടെ വീട്ടിൽ ആകെ 2 മുറിയേ ഉള്ളൂ. ആ ഒരു മുറിയിൽ 2 മക്കൾ കിടക്കുകയാണ്. ആ 2 കുഞ്ഞുങ്ങളെയും കൂടെ ഇയാളുടെ മുറിയിൽ കിടത്തിക്കൊണ്ട് മോൻ ആ മുറി കിടന്നോന്ന് പറഞ്ഞ് അവന് അവിടെ ഒരു മുറി സംരക്ഷണം കൊടുത്ത് അത്യാവശ്യം നല്ല ഭക്ഷണം എന്നും മേടിച്ച് കൊടുത്ത് ഭക്ഷണവും കഴിപ്പിച്ച്. കാരണം അവന് ക്യാമ്പിലൊന്നും നല്ല ഭക്ഷണം കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ഒരു ഷെൽട്ടർ ഇയാൾ കൊടുത്തു. ഏതാണ്ട് 4 മാസത്തോളം എടുത്തു ഇവൻ്റെ വിസയുടെ ഈ പ്രോസസ്സിങ്ങൊക്കെ എന്താണ്ടൊക്കെയോ ഇഷ്യൂ ഉണ്ടായി വന്ന് പ്രശ്നമായതാണ്. അതെല്ലാം ഒന്ന് ക്ലിയറായി. ഈ പയ്യന് എക്സിറ്റ് റെഡിയായി. ഇവനെ കയറ്റിവിട്ടു. അത്യാവശ്യം കുറേ സാധനങ്ങളും ഇയാൾ മേടിച്ച് കൊടുത്ത് പയ്യനെ നാട്ടിൽ കയറ്റിവിട്ടു. ഏകദേശം 4 മാസം ഓർത്തോണേ. അങ്ങനെ ഈ പയ്യൻ നാട്ടിൽ പോയി, ഇയാളും കയറ്റിവിട്ടു. അപ്പൻ വന്ന് ഭയങ്കര സന്തോഷം പറയുകയും അങ്ങനെ എത്തിയതിൽ സന്തോഷപ്പെടുകയും അപ്പനും അമ്മയും വന്ന് ഇവരെ അപ്പനും അമ്മയെ കാണുകയൊക്കെ ചെയ്തു. എനിവേ ഈ വ്യക്തി, ഞാൻ ഈ പറഞ്ഞ വ്യക്തി നാട്ടിൽ പോയി. ഇയാൾ നാട്ടിൽ വെക്കേഷന് പോയപ്പം ഈ മനുഷ്യനൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു.